ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയവരിൽ മലയാളികളുമുണ്ടെന്ന വിവരം ലഭിക്കുന്നു. കൊച്ചി സ്വദേശികളും തിരുവനന്തപുരം കായംകുളം സ്വദേശികളുമാണ് സംഘത്തിലുള്ളത്. 8 പേരിൽ നാരായണൻ നായരും ശ്രീദേവി പിള്ളയും കൊച്ചിയിൽ നിന്നുള്ളവരാണ്. എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ആശങ്കയുണ്ട് എന്നും ബന്ധു പ്രതികരിച്ചു. ഗംഗോത്രിക്ക് രാവിലെ 8:30 പോയതാണ്. 8:30 ഫോൺ വന്നിരുന്നു. 8:30 നമ്മൾ വീഡിയോ സെൻഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ അവർ 8:30 ഇവിടേക്ക് പുറപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. ഈ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിലേക്ക് പുറപ്പെടുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിക്ക് പോണ വഴിയാണ്. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ലാൻഡ് സ്ലൈഡും സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പോയ ശേഷം പിന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. 28 മലയാളികളാണുള്ളത്. മുംബൈയിൽ നിന്ന് 20 പേരും കേരളത്തിൽ നിന്ന് 8 പേരും. 8 പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. അല്ല, ഇപ്പോൾ കുറച്ച് മുമ്പ് അറിഞ്ഞത് അവർ മലയാളി സമാജമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അറിഞ്ഞത് അവർ സേഫാണെന്ന് അറിയുന്നു. മലയാളികൾ സുരക്ഷിതരാണെന്നും ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ചിരുന്നുവെന്നും ലോക കേരള സഭാംഗം ദിനേശ് മയനാട്ട് പ്രതികരിച്ചു. അലി അക്ബർ ഷാ വിവരങ്ങളുമായി. അലി, അവിടെ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 28 മലയാളികൾ എന്നുള്ള വിവരമാണ്. അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ അവർ സുരക്ഷിതരാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത്. അവരെ അവിടെ നിന്നും രക്ഷിക്കാനുള്ള, അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണെന്നതിന്റെ സൂചനയുണ്ടോ? സ്മൃതി, തീർച്ചയായും ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ സംഘത്തിൽ 28 മലയാളികളാണുള്ളത്. ഇതിൽ 20 പേർ മുംബൈ മലയാളികളാണ്. 8 പേരാണ് കേരളത്തിൽ നിന്നും യാത്ര പോയ ആളുകൾ. ഇതിൽ 2 പേരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ. തൃപ്പൂണിത്തുറ സ്വദേശികളായിട്ടുള്ള നാരായണൻ നായരും അതുപോലെ ശ്രീദേവി പിള്ളയും. ഈ 2 പേരും 2-ാം തീയതിയാണ് ഇവിടെ നിന്നും യാത്ര പോകുന്നത്. 10 ദിവസത്തെ യാത്രയായിരുന്നു. ഇന്നലെ രാവിലെ 8:30-ക്കാണ് ഇവരെ അവസാനമായി കുടുംബത്തെ വിളിക്കുന്നത്. ഉത്തരകാശിയിൽ നിന്നും ഫോൺ വിളിച്ച് പറയുന്നു അടുത്ത യാത്രയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയുകയാണ്. പിന്നീടാണ് വാർത്തയിലൂടെ അറിയുന്നത് ഇവർ പോകുന്ന ഈ റൂട്ടിലാണ് അപകടം ഉണ്ടാകുന്നതെന്ന്. ആ ഘട്ടം മുതൽ കുടുംബം ഇവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ നേരം വരെയും ഇവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ ഫോഴ്സുകളും മറ്റെല്ലാ സേനകളും ഇവരുമായി കണക്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഇപ്പോൾ എന്തായാലും നമുക്ക് വളരെ ആശ്വാസകരമായ ഒരു വാർത്ത അറിയാൻ സാധിക്കുന്നത് ലോക കേരള സഭാംഗവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ജില്ലാ ഭരണകൂടം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ വാഹനത്തിലുള്ള എല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ ഈ വാഹനമുള്ള സ്ഥലത്ത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാഹനം മുന്നോട്ട് എടുക്കുക, അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ അസാധ്യമാണ്. എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. സ്വിച്ച് ഓഫ് അല്ലാത്ത ഫോണുകളിൽ പോലും അവിടെ ടവറുകളെല്ലാം തകർന്നു പോയതുകൊണ്ട് നെറ്റ്വർക്ക് കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കുടുംബങ്ങൾക്ക് വിളിച്ചാൽ കിട്ടാത്തത്. അത്തരത്തിലൊരു ആശങ്ക വേണ്ട എന്ന വളരെ ആശ്വാസകരമായ വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നു. ഇനി അവിടെ നിന്നും ഈ റെസ്ക്യൂ നടത്തിയ ശേഷം മാത്രമേ ഈ ബസ് മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അഥവാ അപ്പോഴും സാധിക്കാതെ വരികയാണ് എങ്കിൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുകയാണെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. ഈ 28 പേരും 28-ൽ 8 പേരും മലയാളികൾ, ഈ കേരളത്തിൽ നിന്ന് പോയ 8 പേരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് എന്നാണ് കുടുംബം പറയുന്നത്. ഇന്നലെ 8:30-ക്ക് ശേഷം ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടുകൂടി വലിയ ആശങ്ക എല്ലാ കുടുംബങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ആശ്വാസകരമെന്ന് തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം സുരക്ഷിതരാണ്. മറ്റ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് ഇല്ല എന്നുള്ളത്. ഇനി എത്ര സമയം എടുത്ത് ഇവിടെ നിന്നും റെസ്ക്യൂ ഓപ്പറേഷൻ പൂർത്തിയാക്കി ബസ് മാറ്റാൻ കഴിയുമെന്നതാണ് ഇനി അറിയേണ്ട കാര്യം. സ്മൃതി, ശരി. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്.